ഇതും സുന്ദരമായി ഇവിടെ ഒരുമിച്ച് കൂടുകയും വ്യായാമം ചെയ്യുകയും പ്രിയപ്പെട്ട കൊയിലാണ്ടി സംഗമത്തിൽ എത്തിച്ചേർന്ന ക്യാപ്റ്റൻ സലാഹുദ്ദീൻ സാർ അടക്കമുള്ള വേദിയിലെയും സദസ്സിലെയും പ്രിയപ്പെട്ടവരെ, എക്സലന്റ് എക്സസൈസിന്റെ ബെനിഫിറ്റാണ് നിങ്ങളെ ഇങ്ങനെ നിർത്തിക്കൊണ്ട് പറയേണ്ടത്. അതുകൊണ്ട് പെട്ടെന്ന് ചുരുക്കി പറയാം. നമുക്കറിയാം, യോഗയും എയറോബിക്കും ഫിസിയോതെറാപ്പിയും ഡീപ് ബ്രീത്തിങ്ങും അക്യുപ്രഷറും മെഡിറ്റേഷനും മസാജിങ്ങും പിന്നെ ഒരു ക്ലാപ്പിങ്ങും അടങ്ങിയ 21+1 22 എക്സസൈസുകളെ 21 മിനിറ്റിലേക്ക് ചുരുക്കി ഏത് പ്രായക്കാർക്കും ചെയ്യാവുന്ന രീതിയിൽ വളരെ ലളിതമായ ഒരു വ്യായാമം ഒരു ട്രെയിനർക്ക് കീഴിൽ കൃത്യമായ എണ്ണം പാലിച്ച് ദിവസേന ചെയ്താൽ ദിവസങ്ങൾ കൊണ്ട് നിങ്ങളുടെ ശരീരത്തിലുണ്ടാകുന്ന ഒരുപാട് പോസിറ്റീവ് ചേഞ്ചസ് ആണ് ഫീഡ്ബാക്കുകളിലൂടെ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതും നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നതും. നാം തുടങ്ങുന്നത് ജമ്പിംഗ് ജാക്സ് കൊണ്ടാണ്. നമുക്കറിയാം, ജമ്പിംഗ് ജാക്സ് ശരീരത്തിന്റെ മെറ്റബോളിസം വർദ്ധിക്കാൻ, ശരീരത്തിന്റെ ഭാരം കുറക്കാൻ, കുടവാര കുറക്കാൻ, ശരീരത്തിലേക്ക് നന്നായ ഓക്സിജന്റെ പ്രവാഹം ഉണ്ടാക്കാൻ, നിങ്ങളുടെ മസിലുകളെ ശക്തിപ്പെടുത്താൻ സഹായിക്കുന്ന അതിപ്രധാനമായ വ്യായാമമാണ്. 2 എയറോബിക് എക്സസൈസുകളാണ് നമ്മൾ ചെയ്യുന്നത്. ഒന്ന് ജമ്പിംഗ് ജാക്സും ഒന്ന് ടോൾ ജമ്പും. പിന്നീട് നമ്മൾ ആംഗിൾ റൊട്ടേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തെ താങ്ങി നിർത്തുന്ന, നമ്മുടെ പാദങ്ങൾക്ക് വാമപ്പ് ചെയ്യുന്ന, ആ ജോയിന്റിനെ ഒന്ന് ഫ്രീ ചെയ്യുന്ന, കാലുകൾക്ക് ഉണ്ടാകുന്ന വേദനയും അതോടൊപ്പം ബാലൻസിങ്. നമ്മുടെ ശരീരം ഒരു കാലിൽ ലോഡ് കൊടുത്തിങ്ങനെ നിൽക്കുമ്പോൾ നമുക്കറിയാം, ശരീരം ഒറ്റക്കാലിൽ ബാലൻസ് ചെയ്യാൻ പഠിക്കുമ്പോൾ നമുക്ക് ഈ പ്രായത്തിൽ ഉണ്ടാകുന്ന വീഴ്ചകളെ തടയാൻ, ഒരു കാല് വൈകിപ്പോയാൽ പെട്ടെന്ന് വീഴുന്ന ഒരവസ്ഥയിൽ നിന്ന് മാറ്റം ഉണ്ടാകാൻ നമ്മുടെ ശരീരത്തിന് സ്റ്റെബിലിറ്റി നൽകാൻ സഹായിക്കുന്നുണ്ട്. പിന്നീട് ഹിപ്പ് മൂവ്മെന്റ്, നീ റൊട്ടേഷൻ, നീ മൂവ്മെന്റ് നമ്മൾ ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന സ്മേഷ്മസ്തരം ശരീരം മുട്ടിന്റെ എല്ലാ ഭാഗത്തേക്കും എത്തിക്കാനും മുട്ടിനുണ്ടാകുന്ന മുറുക്കം ഒഴിവാക്കാനും ഫ്ലെക്സിബിൾ ചെയ്യാനും പിന്നീട് നിങ്ങൾക്ക് മുട്ടുവേദനയും ഇരിക്കാനും നടക്കാനുമുള്ള ബുദ്ധിമുട്ട് മാറാനൊക്കെ സഹായിക്കുകയും പിന്നീട് അത്തരം പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാൻ സഹായിക്കുകയും ചെയ്യുന്ന വളരെ ലളിതമായ വ്യായാമമാണ്. പിന്നീട് അരക്കെട്ടിലുണ്ടാകുന്ന നീർക്കെട്ടും പിടുത്തവും മാറുന്നതിനും അത് ഹിപ്പിന്റെ ഒരു പിടുത്തത്തിനൊക്കെയുള്ള ശരീരത്തിന്റെ നമുക്കറിയാം, അപ്പർ ബോഡി ലോവർ ബോഡി ബെൻഡ് ചെയ്യുന്നതൊക്കെ നമ്മുടെ അരക്കെട്ട് വെച്ചിട്ടാണ്. അപ്പൊ നമ്മുടെ ശരീരത്തിൽ ഇരുന്നും അതേപോലെ ലോങ് ഡ്രൈവ് ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് അറിയാം, എപ്പോഴും നീർക്കെട്ടും പിടുത്തവും ഒക്കെ ഉണ്ടാവും. അത് മാറുന്നതിനും ശരീരത്തെ നന്നായി ഫ്ലെക്സിബിൾ ചെയ്യുന്നതിനുമുള്ളതാണ് ഹിപ്പ് റൊട്ടേഷൻ. പിന്നീട് ഹെഡ് റൊട്ടേഷൻ, എണ്ണമറ്റ ബെനിഫിറ്റ് ഉള്ള ഒന്നാണ് ഹെഡ് റൊട്ടേഷൻ. ഈ ഹെഡ് റൊട്ടേഷനിലൂടെ നമ്മുടെ കഴുത്തിലെ പേശികൾക്ക് ഉണ്ടാകുന്ന, കഴുത്തിലെ ജോയിന്റുകൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മാറുന്നതിനും, തൈറോയിഡ് പോലുള്ള അസുഖങ്ങൾ മാറുന്നതിനും, ഓറൽ വെർട്ടിഗോ, തലകറക്കം, മൈഗ്രെയിൻ പോലുള്ള അസുഖങ്ങൾ മാറുന്നതിനും വളരെ സഹായിക്കുന്ന ഒരു എക്സസൈസാണ്. അതോടൊപ്പം തന്നെ അപ്പ് ആൻഡ് ഡൗൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കഴുത്തിനെയും നമ്മുടെ ബ്രീത്തിനെയും മൊത്തത്തിൽ സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നീട് ഡീപ് ബ്രീത്തിങ് ആൻഡ് സ്ട്രെച്ചിങ് ആണ്. നമുക്കറിയാം, ശരീരത്തിലേക്ക് നന്നായി ഓക്സിജൻ വലിച്ചെടുക്കുന്നതിനോടൊപ്പം തന്നെ ശരീരത്തിലെ മസിലുകൾ സൈഡിലേക്ക് നന്നായി സ്ട്രെച്ച് ചെയ്ത് പിടിക്കുമ്പോൾ ഈ പ്രായത്തിൽ അല്ലെങ്കിൽ ഒരു 30 വയസ്സ് 35 വയസ്സ് കഴിഞ്ഞാൽ ശരീരത്തിനെ ബാധിക്കുന്ന മസിൽ ശോഷണം ഒഴിവാക്കി നിങ്ങളുടെ ശരീരത്തിലെ മസിലുകളെ ശക്തിപ്പെടുത്തുന്നതിനുള്ളതാണ് ഡീപ് ബ്രീത്തിങ് ആൻഡ് സ്ട്രെച്ചിങ് എക്സസൈസ്. ആദ്യം നമ്മൾ സൈഡ് ബെൻഡ് ചെയ്യുന്നു. ശരീരത്തിന്റെ വാരിയല്ലുകൾക്കിടയിലുള്ള മസിലുകളെയും വാരിയലുകളെയും ഉത്തേജിപ്പിക്കുകയും ആ ഷോൾഡറിനെ സൈഡിലേക്ക് വലിക്കുകയും ഷോൾഡറെയും കൈകളെയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് ആം ഫ്ലെക്സിങ് ചെയ്യുന്ന സമയത്ത് നിങ്ങളെ കൈകൾ 2 സൈഡിലേക്കും വലിച്ചു പിടിക്കുന്നുണ്ട്. നിങ്ങൾ തോളിനും ചെസ്റ്റിലുമുള്ള എക്സസൈസ് ആണ് സൈഡ് ഇങ്ങനെയുള്ള എക്സസൈസ് ആണ്. ഈ മൊത്തം ഒരു ബെനിഫിറ്റ് ആണ് ഈ ഒരു എക്സസൈസ് കൊണ്ട് കിട്ടുന്നത്. പിന്നീട് നിങ്ങൾ ഇൻഡെക്സ് ഫിംഗർ അപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വയറ് നന്നായി ഉള്ളിലേക്ക് വലിച്ചു പിടിക്കുകയും നിങ്ങൾ ശരീരത്തിന്റെ പാദത്തിന് ലോഡ് കൊടുത്തുകൊണ്ട് വിരലഗ്രം വരെ ശരിക്കും സ്ട്രെച്ച് ചെയ്തെടുക്കുമ്പോൾ നിങ്ങളുടെ ശരീരം ചുരുങ്ങി പോകുന്നതിനും ശരീരം പ്രായം കൊണ്ടോ ജോലി കൊണ്ടോ സൈഡിലേക്ക് ബെൻഡായി പോകുന്നതിനെയും സ്റ്റിമുലേറ്റ് ചെയ്ത് സ്ട്രൈറ്റ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. ശരീരം ചുരുങ്ങി പോകുന്നതിനും തടയുന്നതിനും സഹായിക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ ഫിംഗർ ലോക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് കൈകളെ മസിലുകൾ നന്നായി സ്ട്രെച്ച് ചെയ്തെടുക്കും. തായോട്ട് താഴ്ത്തുന്ന സമയത്ത് നിങ്ങളെ ഷോൾഡറിനുണ്ടാകുന്ന മൊമെന്റ് പ്രശ്നവും കൈകളെ മസിലുകൾ ചെസ്റ്റിലെ മസിലുകളെയും ശക്തിപ്പെടുത്താൻ ഈ വ്യായാമം നിങ്ങളെ സഹായിക്കുന്നുണ്ട്. പിന്നീട് ആം ലോക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളെ കൈകളെ പിന്നിലേക്ക് കൊണ്ടുപോകുമ്പോൾ പുറം ഭാഗത്തുള്ള മസിലുകളെയും ഷോൾഡറിനെയും ശക്തിപ്പെടുത്താൻ ഈ എക്സസൈസ് സഹായിക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ ക്ലാപ്പിംഗ് ഓവർഹെഡും ഫ്രണ്ട് ബെൻഡും ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം, വയർ നന്നായി ചുരുങ്ങുന്നതിനും സ്പൈനലിനെയും നട്ടലിനെയും സ്ട്രെങ്തൻ ചെയ്യുന്നതിനും സഹായിക്കുന്ന വ്യായാമമാണ്. നോർമലി
നമ്മൾ കിടന്നുകൊണ്ട് വയറ് ചുരുങ്ങാൻ സഹായിക്കുന്ന എക്സസൈസ് തന്നെയാണ് സ്റ്റാൻഡിങ് പുഷിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ശരീരത്തെ നന്നായി ഫിറ്റാക്കാൻ സഹായിക്കുന്നു. പിന്നീട് അതിന്റെ ബാക്ക് ബെൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ബ്രീത്ത് നന്നായി ഹോൾഡ് ചെയ്യുകയും പുറകോട്ട് വളയുകയും ചെയ്യുമ്പോൾ നട്ടലിനെയും സ്പൈനലിനെയും അതോടൊപ്പം ചെസ്റ്റിനെയും ലങ്സിനെയും ശ്വാസകോശത്തിന്റെ കപ്പാസിറ്റി വളരെയധികം വർദ്ധിപ്പിക്കുന്ന ഒരു വ്യായാമമാണ്. അതോടൊപ്പം നിങ്ങൾക്ക് ആസ്മ, അലർജി പോലുള്ള അസുഖങ്ങൾ തടയാൻ പലപ്പോഴും ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നതാണ് ഈ ബ്രീത്ത് ഹോൾഡിംഗ് ടെക്നിക്. അതാണ് നമ്മൾ ഈ എക്സസൈസിൽ ബാക്ക് സൈഡിൽ വന്ന് ബ്രീത്ത് ഔട്ട് ചെയ്യുന്നത് ബോഡി സ്ട്രെയിറ്റൻ ചെയ്യുമ്പോൾ മാത്രമാണ്. പിന്നീട് നമ്മൾ ഫിംഗർ ബാക്ക് ലോക്ക് ചെയ്ത് മുന്നിലേക്ക് വളയുന്നു. നമുക്കറിയാം കൈകൾ പിന്നിലേക്ക് കൊണ്ടുപോകാനും ഉയർത്താനും ഒക്കെ ഉള്ള ബുദ്ധിമുട്ടും ഷോൾഡറിനും കൈകൾക്കും ഉണ്ടാകുന്ന തകരാറുകൾ മാറ്റുന്നതിനും വയറ് ചുരുങ്ങുന്നതിനും വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്രണ്ടിലേക്ക് ബെൻഡ് ചെയ്യുന്നത്. പിന്നീട് അതിന്റെ കണ്ടിന്യൂഷൻ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം പൂർണ്ണമായും ബോഡി യു ഷേപ്പിൽ നമ്മൾ ബെൻഡ് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ ബാക്ക് സൈഡിലുള്ള എല്ലാ മസിലുകളും സ്ട്രെച്ച് ചെയ്യുകയും കാലിന്റെ പുറംഭാഗത്ത് ശരീരത്തിന്റെ പുറംഭാഗത്തൊക്കെ ഉണ്ടാകുന്ന വേദനകൾ മാറുന്നതിന് വയറ് നന്നായി ഉള്ളിലേക്ക് പോകുന്നതിനും നമ്മുടെ ഇന്റേണൽ ഓർഗൻസ് ആന്തരിക അവയവങ്ങളെ നന്നായി ഉത്തേജിപ്പിക്കുന്നതിനും ഈ വ്യായാമം സഹായിക്കുന്നുണ്ട്. അതിനുശേഷം പിന്നീട് നമ്മൾ സിറ്റപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം നാടൻ ടോയ്ലറ്റ് ഉപയോഗിക്കാനോ ഇരുന്ന് നമസ്കരിക്കാനോ ഒക്കെ വിഷമം ഒരുപാട് ആളുകൾ പറയാറുണ്ട്. നല്ല ഫീഡ്ബാക്ക് അവർ തന്നിട്ടുണ്ട്. സത്യത്തിൽ നമ്മുടെ കാലിന്റെ മസിലുകൾക്ക് ശോഷണം സംഭവിക്കുകയും ആഘാതം മുഴുവൻ ജോയിന്റിലേക്ക് വരികയും ചെയ്യുമ്പോഴാണ് മുട്ടിന് കൂടുതൽ പ്രശ്നങ്ങൾ വരുന്നത്. ഈ സിറ്റപ്പിൽ ശരീരത്തിന്റെ ബാലൻസിങ് മൊത്തം നട്ടല് സ്ട്രൈറ്റ് ചെയ്ത് കൈ അല്പം ഉയർത്തി നമ്മൾ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ കാലിന്റെ മസിലുകൾ ശക്തിപ്പെടുന്നതിനും അതോടൊപ്പം തന്നെ ശരീരത്തെ മൊത്തം സ്റ്റിമുലേറ്റ് ചെയ്യുന്നതിനും സഹായിക്കുകയും നിങ്ങൾക്ക് ഇരിക്കാനും നടക്കാനുമുള്ള ശേഷി വർദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് പുൾ പുഷ്, കൈകളുടെ കഫ് മസിലുകളെ അടക്കം ശക്തമായി വലിക്കുകയും ഇതുവരെ എക്സസൈസ് ചെയ്ത് ഒന്ന് ചുരുങ്ങാനുള്ള ടെൻഡൻസി ഉള്ള നമ്മുടെ വയറിനെ ഒന്ന് ഉള്ളിലേക്ക് തള്ളിപ്പിടിക്കുകയും ചെയ്യുന്ന എക്സസൈസ് ആണ് പുൾ പുഷ്. ആ പുൾ പുഷ് ചെയ്തതിനു ശേഷം പിന്നീട് അക്യുപ്രഷർ ചെയ്യുമ്പോൾ കൈയുടെ അക്യുപ്രഷർ പോയിന്റ് ഉപയോഗിച്ച് നിങ്ങളുടെ ശരീരത്തിൽ കൊഴുപ്പടിഞ്ഞു കിടക്കുന്ന ഭാഗത്ത് നന്നായി പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങളെ ശരീരം ഉത്തേജിപ്പിക്കപ്പെടുകയും സ്റ്റിമുലേറ്റ് ചെയ്യുകയും ബ്ലഡ് സർക്കുലേഷൻ കൂടുകയും കിഡ്നിയെയും ലിവറിനെയും പാൻക്രിയാസിനെയും അത് ഉത്തേജിപ്പിക്കുന്നുണ്ട്. പിന്നീട് നിങ്ങൾ ചെയ്യുന്നത് അബ്ഡം വൈബ്രേഷൻ ആണ്. വൈബ്രേഷൻ ചെയ്യുന്ന സമയത്ത് മലബന്ധം, അസിഡിറ്റി, ഗ്യാസ്ട്രിക് പോലുള്ള പ്രശ്നങ്ങൾ, മറ്റ് ദഹന പ്രശ്നങ്ങളൊക്കെ മാറാൻ വളരെയധികം സഹായിക്കുന്ന സിമ്പിൾ ആയിട്ടുള്ള എക്സസൈസ് ആണ്. പിന്നീട് നമ്മൾ ചെയ്യുന്നത് ടോ ജമ്പാണ്. ഞാൻ പറഞ്ഞില്ല, രണ്ടാമത്തെ എയറോബിക് എക്സസൈസ്. നമ്മുടെ കാലിന്റെ ടോല് ജമ്പ് ചെയ്യും. അതോടൊപ്പം തന്നെ കൈകൾ ഇങ്ങനെ ചുരുട്ടി നിവർത്തുമ്പോൾ നമുക്കറിയാം സ്ട്രോക്ക് വന്നിട്ട് ആളുകൾക്ക് കയ്യിൽ ഒരു ബോൾ കൊടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കൈയിന്റെ ഈ മൂവ്മെന്റ് നന്നായി നമ്മുടെ ശരീരത്തെ ഉത്തേജിപ്പിക്കുന്നു. ഈ ഒരു മൊമെന്റിനൊപ്പം തന്നെ ഇതിന്റെ അക്യൂ പോയിന്റ് കൊണ്ട് നമ്മൾ സെന്റർ പ്രസ് ചെയ്യുമ്പോൾ ലിവറും കിഡ്നിയും പാൻക്രിയാസും ഉത്തേജിപ്പിക്കപ്പെടുകയും ഇടത് കൈ കൊണ്ട് പ്രസ് ചെയ്യുമ്പോൾ ഹർട്ട് ഉത്തേജിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. ഈ ഒരു മസിലുകൾ ടൈറ്റ് ചെയ്യുക, വിരലുകൾ ഇളകുക എന്നുള്ള പ്രോസസ്സും കൂടെ നടക്കുന്നു. പിന്നീട് ടോല് ജമ്പ് ചെയ്യുന്ന സമയത്ത് പൂർണ്ണമായും നമ്മുടെ കാലിന്റെ മസിലുകളെയാണ് അത് ഫോക്കസ് ചെയ്യുന്നത്. ഇരിക്കാനും നടക്കാനുമുള്ള ശേഷി കുറയുമ്പോഴാണ് നമുക്ക് പ്രായം അധികമായതായി എന്നെ കൊണ്ട് വയ്യ എന്നൊക്കെ തോന്നുന്നത്. അത് മാറ്റിയെടുത്ത് നിങ്ങളുടെ ശരീരത്തെ നന്നായി ശക്തിപ്പെടുത്താൻ, ഇരിക്കാനും നടക്കാനുള്ള ശേഷി വർദ്ധിപ്പിക്കുന്ന യുവത്വത്തിലേക്കും കൂടി നമ്മളെ തിരിച്ചു നടത്തുന്ന എക്സസൈസ് ആണ്. ഈ എക്സസൈസ് ചെയ്തതിനു ശേഷം നിങ്ങളെ കാലുകൾ തൊട്ട് നോക്കിയാൽ മനസ്സിലാവും, കല്ല് പോലെ ആയിട്ടുണ്ടാകും. ചെറുപ്പത്തിൽ നമ്മളെ കാലിനുണ്ടായിരുന്ന ശക്തി നമുക്ക് തിരിച്ചു നൽകാൻ ഈ എക്സസൈസിന് സാധിക്കും. പിന്നീട് നമ്മൾ മെഡിറ്റേഷൻ ആണ്. ഇതുവരെ ചെയ്യുന്ന എല്ലാ എക്സസൈസുകളും ശരീരത്തിന്റെ ഓരോ മസിലുകളെയും ശക്തിപ്പെടുത്താൻ, ശരീരത്തിലേക്ക് നല്ല ഓക്സിജന്റെ പ്രവാഹം ഉണ്ടാക്കാൻ, പുതിയൊരു ഉണർവും ഊർജവും തരാൻ, പോസിറ്റീവ് ഹോർമോണുകളായ ഡോപ്പമിനും എൻഡോഫിനും ഓക്സിറ്റോസിനും സിറോട്ടിനും ഒക്കെ നമ്മുടെ ശരീരത്തിൽ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. എന്നാൽ പിന്നെ നമ്മൾ ചെയ്യുന്ന മെഡിറ്റേഷൻ പൂർണ്ണമായും നമ്മളെ മനസ്സിനെ നിയന്ത്രിക്കുന്നതിനുള്ളതാണ്. മനോനിയന്ത്രണമുള്ളവനെ ലോകം നിയന്ത്രിക്കാമെന്നാണ്. അപ്പൊ നമ്മുടെ മനസ്സ് പല സ്ഥലത്തായി പാറിപ്പറക്കും. പ്രാർത്ഥിക്കുമ്പോൾ പോലും മനസ്സ് നമ്മുടെ കൂടെ ഉണ്ടാവില്ല. അങ്ങനെയുള്ള മനസ്സിനെ നമ്മോട് ചേർത്ത് നിർത്താനും ഏകാഗ്രമായിക്കൊണ്ട് പൂർണ്ണമായി കോൺസെൻട്രേറ്റ് ചെയ്ത് റിവേഴ്സ് കൗണ്ട് ചെയ്യുന്ന സമയത്ത് ക്ഷമയും അതേപോലെ തന്നെ ഓർമ്മശക്തിയും വർദ്ധിക്കുന്നു. റിവേഴ്സ് കൗണ്ടിങ് അൽഷിമേഴ്സ് രോഗികൾക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് മറവി രോഗമുണ്ടോ എന്ന് പരീക്ഷിക്കുന്നതിന് വേണ്ടി കൊടുക്കുന്ന ഒരു എക്സസൈസാണ്. പക്ഷെ അത് ചെയ്യുമ്പോൾ പലർക്കും തുടക്കത്തിൽ പേടിച്ചിട്ടുണ്ടായിരിക്കുമെങ്കിലും ഇപ്പോ നിങ്ങൾക്കത് പ്രാക്ടീസ് ആയിട്ടുണ്ടാവും. നിങ്ങളെ മനസ്സിനെ നന്നായി ഓർമ്മശക്തി തിരിച്ചു പിടിക്കാനും നിങ്ങളെ കാലികമായി നിലനിർത്താനും ക്ഷമയും സഹനശക്തിയും ഉണ്ടാവാനും മനസ്സിനെ ഏകാഗ്രമാക്കാനും ഉപയോഗിക്കുന്ന ഒരു 60 സെക്കൻഡ് എക്സസൈസ്.
അതിനുശേഷം പിന്നീട് നമ്മൾ ഫൈനലി ഇത് 21 എക്സസൈസ് 21 ബ്രാഞ്ച് കഴിഞ്ഞു. പിന്നീട് നമ്മൾ കൈയിന്റെ തലം പൂർണ്ണമായിട്ട് നമ്മൾ ക്ലാപ്പ് ചെയ്യുന്ന സമയത്ത് ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നതിനും മനസ്സിനെ ഉത്തേജിപ്പിക്കുന്നതിനും മനസ്സിന് ഉന്മേഷം നൽകുന്നതിന് പലപ്പോഴും വളരെ നല്ല അനുഭവം ഉണ്ടാകുമ്പോൾ നല്ല പ്രസംഗങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ കൈയടിക്കും. അതേപോലെ നമ്മൾ കൈയടിക്കുമ്പോൾ മനസ്സിനൊരു സന്തോഷമുണ്ടാകും. ആ ഒരു സന്തോഷം പ്രകടിപ്പിക്കുന്നതിനും അതിരാവിലെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഉറക്കമൊക്കെ ഒഴിവാക്കി ഇവിടേക്ക് കടന്നു വന്ന നിങ്ങളെയും അതോടൊപ്പം ഈ ഒരു ആരോഗ്യ സംസ്കാരത്തിലേക്ക് കടന്നു വന്ന നിങ്ങളുടെ ഒരു സന്തോഷവും രേഖപ്പെടുത്തുന്നതിനുമൊപ്പം ശാരീരികമായും മാനസികമായും നിങ്ങളെ ഉത്തേജിപ്പിക്കുന്നതിനും കൂടിയുള്ളതാണ് ക്ലാപ്പിംഗ്. ഇതാണ് ഇതിന്റെ ബെനിഫിറ്റ്. ഇത് മനസ്സിലാക്കി നിത്യേന നിങ്ങൾ വന്ന് എക്സസൈസ് ചെയ്യുക, നിങ്ങളെ ബെനിഫിറ്റുകൾ പങ്കുവെക്കുക, ജനങ്ങൾ അറിയട്ടെ, നാടറിയട്ടെ. ഈ മെസ്സേജ് എത്താത്തവരിലേക്ക് ഈ മഹത്തായ സന്ദേശം എത്തട്ടെ. ജാതി മത രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായി മനുഷ്യ മനസ്സുകളെ ഇങ്ങനെ ഒരുമിച്ച് നിർത്താനും സ്നേഹത്തോടെ ചേർത്ത് പിടിക്കാനും നമുക്കാവട്ടെ. നിങ്ങൾക്ക് എല്ലാ വിജയങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ജയ് ഹിന്ദ്. താങ്ക് യു സർ.